നമസ്കാരം. പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാം ബലാത്സംഗ കേസിൽ നിയമ നടപടികൾ കൂടുതൽ കർശനമാകുന്നു. രാഹുലിന് അനുവദിച്ച ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം നൽകിയ ഹർജിയിൽ ഈ മാസം 30-ന് കോടതി വാദം കേൾക്കും. തിരുവനന്തപുരം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി ടാനിയ മറിയം ജോസാണ് ഹർജി പരിഗണിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി ബംഗളൂരുവിൽ താമസിക്കുന്ന 23-കാരിയെ ഹോംസ്റ്റേയിൽ എത്തിച്ച പീഡിപ്പിച്ചു എന്നതാണ് കേസ്. ഈ കേസിൽ രാഹുലിന് കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ ജാമ്യ വ്യവസ്ഥകൾ രാഹുൽ ലംഘിച്ചുവെന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുന്നത്. അതിജീവിതയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാൻ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും വാർത്തകൾ പ്രചരിപ്പിക്കുന്നു എന്നത് രാഹുലിന്റെ അറിവോടെയെന്നാണ് SIT ചൂണ്ടിക്കാട്ടുന്നത്. ഇത് ജാമ്യം ലഭിക്കുന്നതിനായി കോടതി വെച്ച നിബന്ധനകളുടെ നഗ്നമായ ലംഘനമാണെന്നും പോലീസ് വാദിക്കുന്നു. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരായിരുന്നു. നേരത്തെ അതിജീവിതയെ ഫോണിൽ വിളിച്ച സംഭവത്തിൽ കോടതി രാഹുൽ മാങ്കൂട്ടത്തിലെ കർശനമായി താക്കീതും ചെയ്തു. രാഹുലിന്റെ ഫോണിൽ നിന്നും അതിജീവിതയുടെ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നീക്കം ചെയ്യണമെന്നും കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ ഫെനി നൈനാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തനിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നുണ്ടെന്ന് കാണിച്ച് അതിജീവിത പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ജാമ്യം റദ്ദാക്കാനായി കോടതിയെ സമീപിച്ചത്. ഏപ്രിൽ 30-ന് നടക്കുന്ന വാദം കേൾക്കൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ജാമ്യ വ്യവസ്ഥകളുടെ ലംഘനം തെളിയിക്കപ്പെട്ടാൽ രാഹുലിന്റെ ജാമ്യം റദ്ദാക്കപ്പെടുവാനും സാധ്യതയുണ്ട്. എന്നാൽ ഈ വിവാദങ്ങൾക്കും നിയമ നടപടികൾക്കും ഇടയിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റും ചർച്ചയാകുന്നു. പുതിയ അതിഥിയെ പരിചയപ്പെടുത്തിയാണ് രാഹുൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചത്. തപ്സി ഭാനു എന്ന് പേരിട്ടിരിക്കുന്ന ഒരു കുഞ്ഞ് അതിഥിയെ പരിചയപ്പെടുത്തിക്കൊണ്ടായിരുന്നു രാഹുലിന്റെ വീഡിയോ. വീട്ടിലെ പുതിയ അംഗമെന്ന കുറിപ്പോടെയാണ് ഈ പോസ്റ്റ്. എന്നാൽ രാഹുലിനെതിരെയുള്ള പീഡന ആരോപണങ്ങളും നിർബന്ധിത ഗർഭചിത്രം നടത്തിയെന്ന പരാതിയും ഒക്കെ മുൻനിർത്തി സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം പ്രതികൂല കമന്റുകൾ നിറയ്ക്കുകയായിരുന്നു. ആ പൈതലിനെ കണ്ടിട്ട് നിന്റെ പൈതലിനെ ഇല്ലാതാക്കിയതിനെ കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളതെന്നായിരുന്നു ആ കമന്റ്. രാഹുലിനെതിരെ അതിജീവിത ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടും ഈ ചോദ്യം ഉയരുകയായിരുന്നു. വിമർശനങ്ങൾ ഉയർന്നപ്പോൾ തന്നെ MLA പ്രതിരോധിച്ച് CPM നേതാക്കൾക്കെതിരെ ആഞ്ഞടിച്ചും അനുയായികൾ രംഗത്ത് വന്നു. രാഹുലിനെതിരെ ഉയർന്ന ബലാത്സംഗ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദമാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പ്രധാനമായും ഉയർത്തിയത്. CPM നേതാക്കളും സൈബർ പോരാളികളും രാഹുലിനെതിരെ രാഷ്ട്രീയമായി ഉപയോഗിക്കുവാൻ കൊണ്ടുവന്ന ഈ ലൈംഗിക ആരോപണങ്ങളിൽ ഏതെങ്കിലും മാന്യമായ ഒരു സ്ത്രീയുടെ പേരോ വിവരങ്ങളോ ഇല്ല എന്നാണ് രാഹുൽ അനുകൂലികളുടെ കമന്റുകൾ. ഈ ആരോപണങ്ങളെല്ലാം മുൻപത്തെ വിവാദ നായകന്മാരെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഗൂഢാലോചനകളുടെ ഭാഗമാണെന്നും സരിതമയമായ ഇത്തരം നാടകങ്ങളാണ് ഇവിടെ അരങ്ങേറുന്നതെന്നും സോഷ്യൽ മീഡിയയിലെ ചില കമന്റുകൾ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരത്തിലുള്ളവർ രാഹുലിനെതിരെ വലിയ രീതിയിൽ ബഹളം വയ്ക്കുന്നത് അർത്ഥശൂന്യമാണെന്നും ഇവർ പരിഹസിക്കുന്നുണ്ട്. ഒരു കൂട്ടർ രാഹുലിനെതിരായ ആരോപണങ്ങൾ ഗൗരവമാണെന്ന് വാദിക്കുമ്പോൾ മറുവശത്ത് സോളാർ കേസ് ഉൾപ്പെടെയുള്ള പഴയ വിവാദങ്ങളെ കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് രാഹുൽ അനുകൂലികൾ പ്രതിരോധം തീർക്കുന്നത്. സൈബർ ഇടങ്ങളിൽ ഇതിനോടകം തന്നെ ഈ വിഷയം വലിയ രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്.